ഇൻസ്പെക്ടർ ഇല്ലേ? ഇരിക്കൂ. നീ ചാടുപടി, ഷെൽട്ടറും പറ്റില്ല. നിന്റെ ഒരു കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇരിയോടെ ബാക്കി ഞാൻ വന്നിട്ട്. ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ. എസ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണോ അന്വേഷിക്കുന്നത്? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ. പ്ലീസ്. കൃഷ്ണ ജ്വല്ലേഴ്സിലാണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. അച്ഛനിപ്പോ വരാം. സിസ്റ്ററോട് കാര്യം പറയട്ടെ. സിസ്റ്റർക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിയാലോ. രാത്രി പോലും കോട്ടയത്തിൽ എത്താൻ നോക്കില്ല. അവിടേക്ക് ഇവളെ കൊണ്ടുപോയാല് ഇല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടാവും. അവളുടെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും ഇല്ലേ സിസ്റ്റർ വിഷമം. പ്ലീസ് ഒരു 2 ദിവസത്തേക്ക് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി. മോളെ അച്ഛൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അമൃത, ഇങ്ങ് വരൂ. അച്ഛനോടെ കാത്തിരിക്കുക. എനിക്ക് ബോർഡിങ്ങിൽ പോകണ്ട, അമ്മയുടെ കൂടെ മതി. മോൾ ഇവിടെ നിന്നോട്ടെ. കഷ്ടാണേ, ബോർഡിങ്ങിൽ ഒറ്റയ്ക്ക് എന്തിനാ അയക്കണേ? നീ ലാളിച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടി അല്ലേ മോളെ? അമ്മ എനിക്ക് പോണ്ട. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞിരാമനാക്കണം. ഞാനിത് സഹിക്കാൻ വേണ്ടി കുറെ കാലമായി. കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിങ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറെന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാകരനല്ല ഇൻസ്പെക്ടർ ബലറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട അല്ലേടി. നീ വെറും PC സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തുകൾ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിടക്കി മയക്കി എടുത്തിട്ട് ഇപ്പോ പിള്ളേര് കേൾക്ക. നിങ്ങൾ ഈ വൃത്തിയോട് പറയാതെ കേക്കിട്ടടി നാട്ടുകാർ മുഴുവൻ. PC ദാക്ഷായണി SI ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലമ്മ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാവുണ്ടായി. അതുകൊണ്ട് ഇയാൾക്കെന്തോ നഷ്ടം വന്നു? ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട, ഇൻസ്പെക്ടർ ബലറാം മതി. കൂടി പോകുന്നു. എങ്കിൽ ബലറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സ് പോയി പുറത്തോടെ നീ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാനോ? പേടിപ്പിക്കാടി. എന്താ അവനൊരു ചൊരണ്ടോ? എടി ഇൻസ്പെക്ടർ ബലറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരടി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി. വ്യാക്രം കൂർക്കപ്പന്നിന്ന് പറ. റോഡിലെ കാട്ടം തിന്നുന്ന. എന്താടാ അവള് പറഞ്ഞേ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നിന്ന്. പന്നിന്ന എന്ന് പറഞ്ഞ അവള്?
തോക്കെടുത്തു. എന്റെ ദൈവമേ, അയ്യോ അതിൽ നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂടെ എല്ലാത്തിനെയും മൂന്നിനെയും കൊണ്ട് ഞാൻ ചാവും. ദൈവത്തെ ഓർത്തരുതേ. നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലായിട്ട് സഹിച്ച് അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കേണ്ട ആരും. വേണ്ട, ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്? ഇങ്ങോട്ട് മാറിക്കേ, മാറിക്കാൻ. അറ്റൻഷനിൽ സല്യൂട്ട്. നേരെ കറക്റ്റായിട്ട് ചെയ്യേ. ഞാൻ പ്രീതി കൃഷ്ണ, കൃഷ്ണ ജുവല്ലേഴ്സിലെ. അറിയാം. എന്തിനാ ഇവിടെ വന്നത്? 2 തവണ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു സാർ, തക്കതായ തെളിവുകൾ ഉണ്ടായിട്ടും എന്റെ അച്ഛന്റെ കൊലയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. കുറ്റപ്പെടുത്തുകയല്ല. ഓരോ സ്റ്റേറ്റിലും ദിവസവും നടക്കുന്ന കൊലകളുടെ എണ്ണം പത്രങ്ങളിൽ വരാറില്ലേ? വെറും എണ്ണങ്ങൾ മാത്രം. അവർക്ക് പേരില്ല, വിലാസങ്ങളില്ല. ആ തരത്തിൽ വെറും ഒരക്കമാവരുത് എന്റെ അച്ഛനും. എന്താ താൻ പറഞ്ഞു വരുന്നത്? I am not asking you any favor. My only request to you is, as a police officer, please do your duty, sir. കാലത്തെ വിളിച്ചോടത്ത് നീ എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കണം. Sorry, sir. Please see my position. പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരൂ. ഇവിടെ വെച്ച് ഞാനൊന്നും കേൾക്കില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ എനിക്ക് വിശ്വാസമില്ല. പ്രതികൾ പണവും സ്വാധീനമുള്ളവരാണ്. ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വരെ ഈ കൊലയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നീ ഇവിടുത്തെ മറ്റവളായിരുന്നാലും ശരി, എന്റെ സീനിയർ ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ ഓഫീസറെ കുട്ടിക്കാലം തൊട്ടേ അങ്കിളെന്ന് വിളിച്ച് വളർന്നോളാം ഞാൻ. എന്റെ അച്ഛനോടൊപ്പം ചീട്ട് കളിക്കാനും വിസ്കി കഴിക്കാനും ദിവസേന വീട്ടിൽ വന്നിരുന്ന ഏക ഫാമിലി ഫ്രണ്ട്. ആ ആൾ എന്റെ അച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ശവം പോലും കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഫോണിൽ വിളിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചില്ല? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സാർ അന്വേഷിക്കണം. ഈ കൊലയുമായി ബന്ധപ്പെട്ടവരെന്ന് ഞാൻ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. കാരണം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. സാർ വായിക്കണം. നീ കൽപ്പിക്കണം. അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണം എടുത്തോളൂ. പോരെങ്കിൽ എന്റെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യവും. നിന്റെ പണം കണ്ട് വാലാട്ടി അനുസരിക്കുന്ന പട്ടികളാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരെന്ന് നീ കരുതിയോ? ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കൊലയാളികളെ വെറുതെ വിട്ട് ഈ ചെറിയ തെറ്റിന് എന്നെ ശിക്ഷിക്കുന്ന ധീരതയല്ല. ഇയാൾ അത്രയ്ക്ക് പ്രിൻസിപ്പൾ ഉള്ള ആളാണെങ്കിൽ മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ധൈര്യമുണ്ടോ? ആണത്തുണ്ടോ? എടി പൊടിയെന്നും മറ്റും വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. എന്ത് വിളിക്കണോ ഇതിനെ? അസഭ്യം കേട്ടാ സുഖിക്കുന്ന ചില സ്ത്രീകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഓ, നീ വലിയ പൊടിച്ചൂലേ. ആ പേര് വിളിക്കേണ്ടത് എന്നെയല്ല. നാട് നീളെ തൂത്തുവാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ അതെ, ഇന്നലെ തീരെ ബോധമില്ലാണ്ട് വന്ന് കയറിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളി പിള്ളസാറിനോട് കടം വാങ്ങിച്ചതാ. എന്തിന്? വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞോ? വക്കീൽ ഗുമസ്തൻ പറഞ്ഞിരുന്നു
അയാൾ ഇവിടെ പലതവണ വന്നത് കേസിന്റെ കാര്യത്തിനല്ല, കൊടുക്കാനുള്ള കാശിനായിരുന്നെന്ന്. ഇനിയും ബാക്കി നിർത്തിയാൽ വക്കീൽ കോടതിയിൽ ഹാജരാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഓ പൊട്ടി. ഓ, പലിശ ഇല്ലാതെ മുതലാളി തന്നത്. എന്നാലും തിരിച്ചു കൊടുക്കണ്ടേ? കേസ് ജയിച്ചാ ജോലി തിരിച്ചു കിട്ടില്ലേ? അപ്പൊ പിടിച്ചു വെച്ച ബാക്കി ശമ്പളം മുഴുവനും കിട്ടുമല്ലോ. കേസ് ജയിക്കുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ ഞാൻ കൊന്നത്. ചത്തവന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടാൻ ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട്. ഈ കേസ് ഞാൻ ജയിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്നിട്ട് നിനക്ക് കടം തരാൻ ആളുണ്ട്. കൊല്ലങ്ങളോളം ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തവനാ ഞാൻ. ഒരു തിടുക്കം വന്നപ്പോ 10 രൂപ സഹായിക്കാൻ ഒരു നാറിയില്ല. നീ പഴയ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഒരുത്തനെ കെട്ടി. എന്നിട്ട് നിന്നെ സഹായിക്കാൻ ഇപ്പോഴും ആളുണ്ട്. ഏതോടെ ഈ പുതിയ കസ്റ്റമർ? അങ്ങനെ പറയരുത്. സത്യമായി ഞാൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയാണ് ഇത് തന്നത്, കൃഷ്ണപിള്ള സാർ. 600 രൂപ ശമ്പളത്തിന് അവിടെ ഗുണാപ്പിക്കുന്ന നിനക്ക് 10,000 രൂപ കടം തരണമെങ്കിൽ നീ അവിടെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്നോടി, അത് അയക്ക് വേണ്ടി ഉടുപ്പ് അയച്ചു കൊടുക്കുന്നോടി. അനാവശ്യം പറയരുത്. ഇതിന്റെ ബാക്കി നീ അവന്. എടാ നാറി, ഗതിയില്ലെങ്കിലും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനല്ലടാ ഞാൻ. കൊള്ളാവുന്ന പെമ്പിള്ളേരെ വശത്താക്കാൻ അവന്റെ ഒരു തകായ കൊടയക്കരി വന്ന് തെമ്മാടിത്തം കാണിച്ചാൽ നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യണോ പൊട്ടി? ഒന്നുകളെന്നില്ല ഞാൻ. വൃത്തികേട് കാണിക്കുന്നില്ല, അതിന് വേണം. തന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മിസ്റ്റർ പിള്ള അവർക്ക് അവിടെ ജോലി കൊടുത്തത്. ഞാൻ ശുപാർശ ചെയ്തിട്ടാണ്. കേസും കോടതിയും റിമാൻഡുമായി കഴിയുന്ന തന്നെ സഹായിക്കാൻ. അയാൾ ഈ പണം കടം തന്നത് ഞാൻ പറഞ്ഞിട്ടാ. ഇനി ആ പിള്ളയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മനുഷ്യന് പ്രയാസങ്ങൾ വരും, അതിനെ നേരിടാൻ ഭ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല. കീപ് യുവർ എക്സെൻട്രിസിറ്റി വിത്ത് യു. പൊയ്ക്കോ. ഞാൻ പിഴച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സർ. പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ചാൽ